ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മൂവി നേര് ഇന്നലെ കണ്ടു. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ. മോഹൻലാലാണ് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത ഒരു പടം, നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത, നമ്മളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു മൂവിയാണ് നേര്. പടത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള തിരക്കഥയാണ്. അത് തന്നെ വളരെ പെർഫെക്റ്റായിട്ട് അവർ സ്ക്രീനിൽ കൊണ്ടുവരാൻ അവരുടെ മേക്കിംഗ് സ്കില്ല് ചെയ്തു വെച്ചിട്ടുണ്ട്. ശാന്തി മായാദേവി അതേപോലെ തന്നെ ഈ ഒരു ജിത്തു ജോസഫ് രണ്ടുപേരും കൂടെ കൂടിച്ചേർന്ന് 3 വർഷത്തിലധികം അധ്വാനത്തോടെ ഉണ്ടാക്കിയ തിരക്കഥയാണത്. അത് ഒരു ചില്ലറ പണിയല്ല. കാരണം ഈ പടത്തിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. നല്ല രീതിയിൽ ഹോംവർക്ക് ഈ പടത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് റെഫറൻസുകൾ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം ഇതിനകത്ത് റിയൽ ലൈഫിൽ നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഒരു കോർട്ടിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ, അതാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു ക്രൈം നടക്കുന്ന എന്താണെന്നുള്ള തുടക്കത്തിൽ തന്നെ കാണിക്കണം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് അത് തന്നെയാണ്. ആ ക്രൈം നടക്കുന്നു, ആ ക്രൈമിന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നു, അതിലെ അക്യൂസ്ഡിനെ കണ്ടെത്തുന്നു, ആരാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടെത്തുന്നു. അത് പല രീതിയിലുള്ള ക്ലൂകൾ വെച്ചിട്ടൊക്കെയാണ് കണ്ടെത്തുന്നത്. ചെറിയ പരിപാടിയൊന്നുമല്ല, നല്ല സ്പീഡിൽ തന്നെ പടം നമ്മളെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകും. ആ ഒരു കൾപ്രിറ്റിനെ, ആ ഒരു കുറ്റവാളിയെ കണ്ടുപിടിച്ചതിന് ശേഷം അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അയാൾക്ക് റിമാൻഡിൽ പോകുന്നു. പിന്നെ അയാളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്, അയാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഗൺ ഷോട്ടിൻ്റെ വലിയൊരു ആളുടെ ഒരു ആ അറസ്റ്റിലായപ്പെട്ട ആ ഒരു കൾപ്രിറ്റിനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു സൈഡിൽ ഡിഫൻസും അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നതാണ് ഈ പടത്തിൻ്റെ ഇതിവൃത്തം. അപ്പോൾ ജാമ്യം കിട്ടുമോ, അതേപോലെ ഈ ക്രൈമിൽ നിന്ന് അയാൾ രക്ഷപ്പെടുമോ, ആരെ ഭാഗം വിജയിക്കും, ആരടുത്താണ് സത്യമുള്ളത്, ഈ രീതിയിൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും അത് പെർഫെക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഈ പടത്തിൻ്റെ ഇതിവൃത്തം. പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിലെ മോഹൻലാലിൻ്റെ ആക്ടിങ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മോഹൻലാൽ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു സീനിയർ വക്കീൽ, പക്ഷേ കുറേ കാലമായിട്ട് കോർട്ടിലേക്കൊന്നും പോകണില്ല. അയാളുടെ കുറേ പേഴ്സണൽ പ്രോബ്ലങ്ങൾ കാരണം അയാൾ ലൈഫിൽ നിന്ന് ഈ കോർട്ട് എന്ന് പറഞ്ഞ സംഭവം, കോർട്ടിലെ ട്രയൽസ് കാര്യങ്ങളെന്നൊക്കെ വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളടുത്ത് ഒരു കേസ് ഏൽപ്പിക്കുമ്പോൾ ആ ആൾക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിയും, അയാൾക്ക് തിരിച്ച് പഴയ പോലെ പെർഫോം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. മോഹൻലാലും സിദ്ദീഖാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഡിഫൻസ് വക്കീലായിട്ട് വരുന്നത്. സിദ്ദീഖിൻ്റെ ഒക്കെ കോംബോ സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണ്. സിദ്ദീഖൊക്കെ വേറെ ലെവലിലാണ് അഭിനയിക്കുന്നത്. ഈ പടത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു ആക്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദീഖ് എന്നേ ഞാൻ പറയുള്ളൂ. ഈവൻ മോഹൻലാലിനെക്കാട്ടും ബെറ്റർ ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശൗര്യം, ഒരു വക്കീലിൻ്റെ ശൗര്യം, അടങ്ങി നിൽക്കുമെന്ന് പറയുന്നിടത്ത് ആ അടങ്ങി നിൽക്കേണ്ടി വരുന്ന മോഹൻലാലിൻ്റെ അവസ്ഥ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു വെക്കാനായിട്ട് ജിത്തു ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സീനിയർ അഡ്വക്കേറ്റാണ്, ഒരു റിനൗണ്ട് അഡ്വക്കേറ്റ്, ഒരു പ്രശസ്തനായ അഡ്വക്കേറ്റാണ് ഈ പറഞ്ഞ രാജശേഖരൻ എന്ന് പറഞ്ഞ പേരിൽ അഭിനയിക്കുന്ന സിദ്ദീഖിൻ്റെ മകളായിട്ടാണ് പ്രിയാമണി അഭിനയിക്കുന്നത്. ഇവരുടെ ഒരു ലീഗൽ അസോസിയേറ്റ്സ് സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. അത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു വക്കീൽ ഇവിടെ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഡിഫൻസിൻ്റെ പാർട്ടായിട്ട് വരികയാണ്. എന്നിട്ട് മോഹൻലാലിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എത്രമാത്രം ഈ പടത്തിൽ സിദ്ദീഖിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെക്കാനായിട്ടും ജിത്തു ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം മേക്കിംഗ് അത്രക്കും നല്ല രസമാണ്. ഈ ഒരു തിരക്കഥ പ്രത്യേകത അതിനകത്ത് ക്രൈം നടക്കുന്നതാണെങ്കിലും ശരി, കൾപ്രിറ്റ് ആണെങ്കിലും ശരി, അക്യൂസ്ഡ് ആണെങ്കിലും എല്ലാം ആദ്യം തന്നെ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് പോലും അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു പടത്തിൽ പ്രത്യേകിച്ചൊന്നും ഒരു സസ്പെൻസ് ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷേ എന്നിട്ട് പോലും ഇതിൽ ഓരോ സീൻസുകൾ, കോർട്ടിൽ നടക്കുന്ന സീനുകൾ, അതിനകത്തുള്ള രസകരമായിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ്, അതിലെ വാദപ്രതിവാദങ്ങൾ, സസ്പെൻസുകൾ എല്ലാം ഒരുപാട് എന്നാലും കൂടെയുണ്ട്. നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ഈ പടം പോയി കണ്ടാലും ശരി, വലിയ എക്സ്പെക്റ്റേഷനിലൂടെ പോയി കണ്ടാലും ശരി, ഹ്യൂജ് എക്സ്പെക്റ്റേഷനിലൂടെ പോയി കണ്ടാലും ശരി, നമ്മളെ ഈ പടം സാറ്റിസ്ഫൈ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഥയും തിരക്കഥയും മേക്കിങ്ങുമാണ് ഇതിലെ താരം. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർക്ക് എടുത്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പടത്തിൻ്റെ ഒരു 60 to 70% കോർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ബാക്കിയുള്ള ഒരു 30%ഓളം ഭാഗങ്ങൾ മാത്രമാണ് കോർട്ടിന് പുറമെ നടക്കുന്നുള്ളൂ. അത് തന്നെ കോർട്ടിനോട് ചുറ്റപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ്, ഇൻവെസ്റ്റിഗേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ പോലും പടം ചടക്കുന്നതായിട്ടോ ലാഗ് ഉള്ളതുപോലെയോ നമുക്ക് തോന്നില്ല. പടത്തിലെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനശ്വര രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസിൻ്റെ പെർഫോമൻസാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ, അതേപോലെ സൂപ്പർ ശരണ്യ, അങ്ങനെ കുറച്ചധികം പടങ്ങളിൽ അഭിനയിച്ച ഒരു ആക്ട്രസ്സാണ്.
അവരുടെ ആ തുടക്കകാലത്ത് അഭിനയമൊന്നുമല്ല ഈ പടത്തിൽ. ഒരു ബ്ലൈൻഡ് സ്കൾപ്ചർ, ഒരു ശില്പിയായിട്ടാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്. അവർ അതിനകത്ത് ഉള്ള അവരുടെ പിന്നെ ഓരോ മാനറിസങ്ങളാണെങ്കിലും ശരി, അവരുടെ ആറ്റിറ്റ്യൂഡാണെങ്കിലും ശരി, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ എങ്ങനെ ഒരാളുടെ ബിഹേവ് ചെയ്യുന്നുള്ളതൊക്കെ ആണെങ്കിലും ശരി പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ ഇപ്പോൾ മോഹൻലാലിനെ നേരിട്ട് കാണുമ്പോൾ ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അവർ മോഹൻലാലിനെ ഇങ്ങനെ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയും. പിന്നെ മോഹൻലാലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തിരിഞ്ഞ് കറക്റ്റ് മോഹൻലാലിനെ ഫേസ് ചെയ്തിട്ട് പറയുന്ന സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളെ എങ്ങനെ ബിഹേവ് ചെയ്യും ആ രീതിയിലാണ് അവർ കൂടുതൽ ഇയർ സെൻസിനെ, ചെവിയെയാണ് ആശ്രയിക്കുക, ഹിയറിങ്ങിനെയാണ് ആശ്രയിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ രീതിയിൽ തന്നെ എടുത്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ത്രൂ ഔട്ട് പടത്തിൽ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറോ ഒരു മിസ്സിങ്ങോ പടത്തിലുള്ള മാതിരി തോന്നിയിട്ടില്ല. ഓരോ സീക്വൻസ് ആണെങ്കിലും ശരി, ഇപ്പോൾ ഇതിനകത്തുള്ള കോർട്ടിലുള്ള സീനുകൾ, അതേപോലെ തന്നെ ഹോട്ടലിലുള്ള സീനുകൾ, പിന്നെ റിസോർട്ടിലുള്ള സീനുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കണക്റ്റഡായിട്ട് തോന്നും. ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് പടത്തിനകത്തില്ല. അത്രക്കും നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു പടം എടുത്തു വെക്കണമെങ്കിൽ ആ മേക്കിങ്ങിന് എത്രമാത്രം അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പടത്തിലെ ഏറ്റവും അധികം നമ്മളെ പിന്നെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആ കാസ്റ്റിംഗ് ആണ്. അത് അത്രക്കും മികച്ച ആൾക്കാരെ തന്നെ അവർ ഓരോ റോളും ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് വരുന്നത് ഗണേഷ് കുമാറിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് കൊടുക്കുന്ന റോളുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു വെക്കും. പിന്നെ സാറ എന്ന് പറഞ്ഞ ഈ കുട്ടിയുടെ ഫാദറായിട്ട് അഭിനയിക്കുന്ന ജഗദീഷാണെങ്കിലും ശരി, ജഗദീഷിൻ്റെ വൈഫാണെങ്കിലും ശരി, നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച പോലെ, നല്ല രീതിയിൽ തന്നെ ആ റോള് കൈകാര്യം ചെയ്ത പോലെ തന്നെയാണ് തോന്നുന്നത്. മോഹൻലാൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ഒരു റോള് ഇതിലും ഗംഭീരമായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഒരു തളർന്നിരിക്കുന്ന, അതായത് ഇതിനൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു വക്കീൽ തിരിച്ച് പഴയ ഫോമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്ക സമയത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കോർട്ടിൽ നടക്കുമ്പോൾ മോഹൻലാലിനെ അടിച്ച് അമർത്തണം. മോഹൻലാലിൻ്റെ പേര് വിജയമോഹൻ എന്നാണ്. മോഹൻലാലിനെ അടിച്ചമർത്തുന്ന പോലെയാണ്, അതായത് ചവിട്ടി താഴ്ത്തി മെരുക്കി ഒതുക്കി വെക്കുന്ന പോലെയാണ് സിദ്ദീഖ് സംസാരിക്കുന്നത്, സിദ്ദീഖ് ബിഹേവ് ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്നും പതുക്കെ ഉയർത്തെഴുന്നേറ്റ് മോഹൻലാലിൻ്റെ ഉഗ്രരൂപം കാണിക്കുകയാണ്. അതായത് തെളിവുകൾ ഉണ്ടാക്കുന്നു. ഇതിൽ ഓരോ സിദ്ദീഖ് പറയുന്ന ഓരോ വാദങ്ങളും, അഡ്വക്കേറ്റ് രാജശേഖരൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് സിദ്ദീഖ് ചെയ്തിട്ടുള്ളത്. ആ പറയുന്ന ഓരോ കാര്യങ്ങളും അതിനെ കൗണ്ടർ ചെയ്യുന്നു, അതിനെ പൊളിച്ചെടുക്കുന്നു, അതിനെ ആ ലോക്ക് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ട്രൂത്ത് ഇതാണെന്നുള്ളത് കോടതിയിൽ പ്രൂവ് ചെയ്യുന്നു. വെറുതെ പറഞ്ഞാൽ മാത്രം പോരല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ പ്രൂവ് ചെയ്യുമ്പോൾ മാത്രം അതിൻ്റെ ആക്സെപ്റ്റൻസ് കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ എത്രമാത്രം അത് കോർട്ടിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ പറ്റും, ഈ വക കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്തു വെക്കാനായിട്ട് ഈ മോഹൻലാലിന് കഴിയും ചെയ്തിട്ടുണ്ട്. മോഹൻലാലും സിദ്ദീഖും തമ്മിലുള്ള കോംബോ സീനുകളാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. മോഹൻലാലിനായിട്ട് ഷൗട്ട് ചെയ്യുന്നത്, മോഹൻലാലിനായിട്ട് അടങ്ങിയിരിക്കാൻ പറയുന്നത്, മോഹൻലാലിനെ എന്താ പറയുക ഒന്നുമല്ലാത്ത രീതിയിലാക്കുന്ന ആ ഭാഗമാണ് തുടക്കത്തിൽ നമുക്ക് കാണുന്നെങ്കിൽ, മോഹൻലാൽ പിന്നെ ഈ സിദ്ദീഖിനെ സൈഡാക്കുന്നതും പിന്നെ സിദ്ദീഖിന് പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ആക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതും, തുടർന്ന് അങ്ങോട്ട് സിദ്ദീഖിൻ്റെ മകളായിട്ടുള്ള പ്രിയാമണി ഈ കേസ് ഏറ്റെടുക്കുന്നു. അങ്ങനത്തെ കുറേ നല്ല നല്ല സീനുകൾ, നല്ല നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഈ പടത്തിലുണ്ട്. കൂടാതെ ഈ പടത്തിൽ ഒരു വിക്ടിമിനുണ്ടാവുന്ന ഇമോഷണൽ സീൻസുകളും ഇമോഷണൽ സീക്വൻസുകളും ഒക്കെ പെർഫെക്റ്റായിട്ട് എടുത്തു വെക്കാനായിട്ട് ജിത്തു ജോസഫിന് കഴിയും ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് അവർ എത്തിച്ചിട്ടുണ്ട്. സാധാരണ ഒരു കോർട്ടിൽ നടക്കുന്നതിലും അസാധാരണമായിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്തുള്ള ക്ലൈമാക്സ് സീനുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഒരു പരിധിയിലപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. പടത്തിൻ്റെ വേറൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തോന്നിയിട്ടുള്ള BGM ആണ്. BGM നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എഡിറ്റിങ് നല്ല സ്കിൽഫുള്ളായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എഡിറ്റിങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ 100ൽ 100 മാർക്ക് തന്നെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ DOP, ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിൽ തന്നെ അവർക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് പോലും പടത്തിനകത്തില്ല. കാരണം ഇതിനകത്ത് പല സീനുകളും നമുക്ക് കണ്ടിന്യൂറ്റി മിസ്റ്റേക്കിന് ചാൻസ് ഉള്ള രീതിയിലുള്ള റിക്രിയേഷനുകളുണ്ട്. ഒരു കാണിച്ച സീനുകൾ 3 തവണ ചിലതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് പല ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത ക്യാമറ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് എവിടെയെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് തോന്നും. പക്ഷേ ഒരു പോയിന്റിലും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ അപാരത അത്രയും പെർഫെക്റ്റ് ആണെന്നുള്ളത് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നതും തെളിയിക്കുന്നതുമാണ്. ജിത്തു ജോസഫ് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത്, അതായത് മോഹൻലാലിൻ്റെ ഒരു പ്രതാപകാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പാകത്തിൽ ഈ ഒരു ചെറിയ തിരക്കഥയെ വലിയ രീതിയിൽ അവർ ഹോംവർക്ക് ചെയ്ത് പെർഫെക്റ്റായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് നല്ലൊരു മേക്കിംഗ് സ്കില്ലിലൂടെ നമുക്ക് തരിക ചെയ്തിരിക്കണം. വളരെ പാലറ്റബിളായിട്ട്, ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ.
ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എന്താണ് കോർട്ടിൽ സംഭവിക്കുക, എന്താണ് ഒരു കോർട്ടിൽ ഒരു വക്കീലിൻ്റെ പവർ, എന്തൊക്കെ വരെ പറയാം, ജഡ്ജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ കറക്റ്റ് കാണിച്ചു തരുന്ന പോലെ തന്നെ പടത്തിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പല പണ്ടത്തെ പടങ്ങളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർട്ട് റൂം സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഒരു എക്സാജറേറ്റഡ് വേർഷൻ മാത്രമേ കാണുന്നത്. കോർട്ട് പോകുന്നു, വാദിക്കുന്നു, പ്രതിയെ പുറത്ത് ഇറക്കി വിടുന്നു, അല്ലെങ്കിൽ പിന്നെ പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു. ആ രീതിയിലുള്ള സീനുകളാണ് നമ്മൾ പണ്ട് മുതൽക്ക് കണ്ടിട്ടുള്ളത്. അതൊന്നും റിയൽ അല്ല എന്നുള്ള കാര്യമാണ് സത്യം. റിയൽ ലൈഫിൽ എന്താ നടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രതിയെ എങ്ങനെ തിരിച്ച് ആ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം, ഇതിൽ ഏതാ വിജയിക്കുക, അതൊക്കെയാണ് ഈ പടത്തിനകത്ത് പറയുന്നത്. പടത്തിൻ്റെ ഫുൾ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർട്ടിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ തന്നെയാണ്. അതും മാത്രമല്ല, അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് അനുബന്ധിച്ച് നടക്കുന്ന തെളിവെടുപ്പുകൾ, തെളിവ് ശേഖരണങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പടത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നി. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പോലും പടം ലാഗ് അടിച്ച മാതിരി തോന്നിയിട്ടില്ല. മോഹൻലാലിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് എനിക്ക് ഈ പടത്തിലൂടെ മനസ്സിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2000, 2021, 2022, ഇപ്പോൾ 2023 ആണെങ്കിലും ശരി, മോഹൻലാലിൻ്റേതായിട്ട് ഒരു പറയത്തക്ക രീതിയിലുള്ള ഹിറ്റുകളൊന്നുമില്ല. എക്സെപ്റ്റ് ഒരു 2-3 പടങ്ങൾ. 12th മാൻ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. ദൃശ്യം 2 നല്ലൊരു എൻ്റർടൈൻ, പക്ഷേ തിയേറ്റർ റിലീസ് ആയിരുന്നില്ല ഇത് രണ്ടും. പിന്നെ ഉള്ളത് ജയിലർ എന്ന മൂവി. അതിനകത്ത് ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ മാത്രമേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ ഗംഭീരമായിരുന്നു. എങ്കിൽ കൂടെ അദ്ദേഹത്തിൻ്റേതെന്ന് പറയാൻ പാകത്തിലുള്ള ഒരു പടമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ മരക്കാർ അറബിക്കടലിലെ സിംഹ ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ആറാട്ട് എന്ന പടം ശരി, ഒരുപാട് പ്രതീക്ഷയോടെ പടം റിലീസ് ചെയ്തെങ്കിൽ പോലും ആരാധകരെയും പിന്നെ സിനിമാ പ്രേക്ഷകരെയൊക്കെ ഒരുപാട് നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പടത്തിലൂടെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര തിരിച്ചറിവ് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പൈപ്പ് ലൈനിലുള്ള പടങ്ങൾ, ബറോസ് ആയിക്കോട്ടെ, ഋഷഭ എന്ന് പറഞ്ഞ പടം ആയിക്കോട്ടെ, മലൈക്കോട്ട വാലിബൻ എന്ന് പറഞ്ഞ പടം ആയിക്കോട്ടെ, റാം 1, റാം 2 അങ്ങനത്തെ പടങ്ങളായിക്കോട്ടെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള പടം. അതേപോലെ തന്നെ 2025 റിലീസ് ചെയ്യാൻ പോകുന്ന റംബാൻ എന്ന് പറഞ്ഞ പടം, അങ്ങനത്തെ കുറേ പടങ്ങൾ ഇനി അദ്ദേഹത്തിൻ്റെ പൈപ്പ് ലൈനിൽ വരുന്നത് ഒന്നും നമ്മളെ ആരാധകരെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നതായിരിക്കില്ല. 1 to 1 ബാക്ക് ടു ബാക്ക് എല്ലാ പടങ്ങളും 1 by 1 നല്ലതായിരിക്കും, ഭയങ്കര ഹിറ്റായിരിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനൊരിക്കലും ഒരു ഡൈഹാർഡ് മോഹൻലാൽ ഫാനൊന്നുമല്ല, പക്ഷേ മോഹൻലാലിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു മലയാള സിനിമാ പ്രേക്ഷകനാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പടത്തിലൂടെ അദ്ദേഹം തിരിച്ചു വന്നു, അല്ലെങ്കിൽ തിരിച്ചു വരട്ടെ, ഇതൊരു ഗംഭീര ഹിറ്റായി മാറട്ടെ, ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറട്ടെ എന്നുള്ളത് പ്രതീക്ഷിക്കുക, ആശംസിക്കാം. എന്തായാലും ഒരു കാര്യത്തിലൊരു സംശയമില്ല, ഇത് നിങ്ങൾക്ക് ഈ വെക്കേഷൻ പീരീഡിൽ, ഇതിപ്പോൾ ഒരു ക്രിസ്മസ് വെക്കേഷൻ പീരീഡ് ആണല്ലോ, ഈ ഒരു 10 ദിവസത്തിൽ കാണാൻ പറ്റുന്ന, ഒരു ഫാമിലിയുടെ കൂടെ കാണാൻ പറ്റുന്ന നല്ല ഒരു ഡീസൻറ്റ് എൻ്റർടൈനർ മൂവിയാണ്. ആ കാര്യത്തിലൊരു സംശയമില്ല. നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യും. ഇതിൽ പല സീനുകളും നമുക്ക് ഇമോഷണലി നമ്മൾ ഹോണ്ട് ചെയ്യും. അതേപോലെ തന്നെ ചില കോർട്ട് റൂമിലുള്ള ചില സീനുകൾ, ഒരു 5-6 സീനുകൾ, അത് ശരിക്കും നമ്മൾ പൊളിച്ച് വാവ് എന്ന് പറഞ്ഞു പോകും. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എടുക്കുന്ന ആ മൈന്യൂട്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ മികവ്, ജിത്തു ജോസഫിൻ്റെ മേക്കിംഗ് സ്കില്ല്, അത് മെമ്മറീസിൽ നമ്മൾ കണ്ടതാണ്. അതേപോലെ ദൃശ്യം 1-ലും ദൃശ്യം 2-ലും നമ്മൾ കണ്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കിംഗ് സ്കില്ല്, അത് ശരിക്കും ഇപ്പോൾ കൂമൻ എന്ന് പറഞ്ഞ പടമാണെങ്കിലും ശരി, അതിൻ്റെ മേക്കിംഗ് സ്കില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അപാരമാണ്. അത് ഈ പടത്തിലും ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പടം ഒരു ഗംഭീര ഹിറ്റായി മാറട്ടെ, ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറട്ടെ. അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് ഇതിലൂടെ തന്നെ നടക്കട്ടെ. തുടർന്ന് അങ്ങോട്ട് മോഹൻലാലിന് ഹിറ്റുകളുടെ പെരുമഴ വരട്ടെ എന്നുള്ളത് പ്രതീക്ഷിക്കാം, ആശംസിക്കാം.